എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 11/7/2025 നടത്തിയ സെയിൽസ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 83/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. USA സോവിയറ്റ് യൂണിയൻ്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വച്ചത്? ഓപ്ഷൻ ബി, ജോർജ് ഓർവെൽ. ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ, ലാലാ ലജ്പത് റായ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി, കാൻഡൺ. ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ഓപ്ഷൻ സി, NAM. ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഓപ്ഷൻ ഡി, കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷപാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഓപ്ഷൻ ബി, 2 and 4. അകക്കാമ്പ്, താഴത്തെ ആവരണം. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ? ഓപ്ഷൻ എ, ഒഡീഷയിലെ ഭിതാർകണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, നാഗാലാൻഡ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഓപ്ഷൻ എ, ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബവ്, 1, 2 and 3. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, ഓൺലി 1 and 3. DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യം. ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി, ഓൺലി 1 and 2. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. GSTയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബവ്, 1, 2 and 3. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, ഓൺലി 1 and 3. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, ഓൺലി 1. മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല.
ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ഓപ്ഷൻ ഡി ഓൺലി 1, 2 ആൻഡ് 3. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലുള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ബോത്ത് 1 ആൻഡ് 2. 2 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2 ഓൺലി. യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്? ഓപ്ഷൻ ബി 86ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഓൺലി 1 ആൻഡ് 2. ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഓൺലി 2. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ഓൺലി 3 വൈദ്യുതി. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ് 1, 2 ആൻഡ് 3. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1 ആൻഡ് 2 ഓൺലി. കമ്മീഷൻ്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജിയായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 19 1A. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് 1, 2, 3 ആൻഡ് 4. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസ നിധി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് 3. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് 3. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും തുല്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യമേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി എൻ പ്രൗഡ്.
ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഓപ്ഷൻ ഡി, ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ സി, ടെഫ്ര. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു. ഓപ്ഷൻ സി, വേരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഓപ്ഷൻ ബി, സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഓപ്ഷൻ എ, ആർദ്രം. ഒരു ചതുരത്തിൻ്റെ ഓരോ വശവും 1.1 മീറ്ററായി അളക്കുന്നു. ഉചിതമായ പ്രധാന കണക്കുകളിൽ ചതുരത്തിൻ്റെ വിസ്തീർണം എന്താണ്? ഓപ്ഷൻ സി, 1.2 മീറ്റർ സ്ക്വയർ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, 1 and 4 ആർ കറക്റ്റ്. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ്. തെർമൽ ഡൈനാമിക്സിൻ്റെ 0 നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, താപ സന്തുലിതാവസ്ഥ. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷ് ആയി പ്രഖ്യാപിക്കുന്നു. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. കാർബണിൻ്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡാഷാണ്. ഓപ്ഷൻ ബി, ദ്വിമാന പദാർത്ഥം. വലുപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി, N3- greater than F- greater than Mg2+ greater than Al3+. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഓപ്ഷൻ എ, നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേര്? ഓപ്ഷൻ സി, ഡി, ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, തെയ്യം. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി, മല്ലിക സാരാഭായ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേര്? ഓപ്ഷൻ ഡി, ആദാമിൻ്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ഓപ്ഷൻ സി, ബില്യാർഡ്സ്. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 51, ഓപ്ഷൻ സി 3, 52, ഓപ്ഷൻ ഡി 200%, 53, ഓപ്ഷൻ ബി 24, 54, ഓപ്ഷൻ എ 11 ദിവസം, 55, ഓപ്ഷൻ സി 30√2m, 56, ഓപ്ഷൻ ഡി x+y/2xy, 57, ഓപ്ഷൻ സി വടക്ക് കിഴക്ക്, 58, ഓപ്ഷൻ എ 910, 59, ഓപ്ഷൻ ബി VIOUER, 60, ഓപ്ഷൻ എ 4-15. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. Fill in the blanks with suitable article. Dash university in which she is studying in is one of the best universities in the world. Option A, the. Find out the correct answer from the following sentences. Option B, one of the students in the class scores full marks. Choose the correct question tag from the following. Option C, get out. Will you? Which is the correct passive voice of the sentence Ram is eating a mango? Option C, a mango is being eaten by Ram. Fill in the blanks with correct phrasal verb of the word
given in the bracket. The meeting was dash cancelled because of some personal issues of the manager. Option A, called off. Choose a correct antonym of the word luminous. Option B, dark. Choose a word with correct spelling. Option C, collage. Fill in the blanks with suitable modal verb. Policeman dash wear khaki. Option D, must. Fill in the blanks with suitable idiom from the following. The announcer announces that it is time to dash the program. Option A, wrap up. Fill in the blanks using correct preposition. The boutique is situated dash the city center. Option D, at. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. ഹ്രദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ സി, കയം. താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത്? ഓപ്ഷൻ എ, ഉബോധ് ബലകം. കൺസീലിയേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനമേത്? ഓപ്ഷൻ എ, അനുരഞ്ജനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, ആശാൻ്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. മാടമ്പി എന്നതിൻ്റെ എതിർലിംഗമേത്? ഓപ്ഷൻ ബി, കെട്ടിലമ്മ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദമേത്? ഓപ്ഷൻ ഡി, വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി, പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി, വിള് പ്ലസ് മാ. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നതേത്? ഓപ്ഷൻ ബി, നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിൻ്റെ പര്യായപദങ്ങളാണ്? ഓപ്ഷൻ സി, നിലാവ്. അടുത്തതായി ഹിന്ദി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 81. ഓപ്ഷൻ എ. 82. ഓപ്ഷൻ ഡി. 83. ഓപ്ഷൻ എ. 84. ഓപ്ഷൻ ബി. 85. ഓപ്ഷൻ ഡി. 86. ഓപ്ഷൻ ബി. 87. ഓപ്ഷൻ സി. 88. ഓപ്ഷൻ ബി. 89. ഓപ്ഷൻ ഡി. 90. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. If a computer has 64 KB word length, then its memory unit has how many memory locations? Option C, 65,536. Identify the commonly used magnetic ink character recognition fonts from the list below. Option A, 1 and 3 only, CMC 7, E13B. The EBCDIC can represent up to how many different characters? Option B, 256. Which of the following printer uses a physical impact while printing on paper? Option C, dot matrix printer. What is the octal equivalent of 255? Option A, 377 in base 8. What is the use of shortcut key Ctrl plus Shift plus greater than in MS Word? Option A, increase font size. Which among the following views in MS PowerPoint are used for organizing and rearranging slides? Option B, only 1 and 2. Normal view, slide sorter view. Which of the following function in MS Excel is used to count cells in a range that meets specific criteria? Option D, COUNTIF. Which tab in MS Word 2010 allows you to format text into multiple columns? Option B, page layout. Filter in MS Excel is used for
ഓപ്ഷൻ സി ഓൺലി 2 and 4. എക്സ്ട്രാക്ടിങ് ഡേറ്റ ദാറ്റ് മീറ്റ്സ് ദ ഡിഫൈൻഡ് ക്രൈറ്റീരിയ, അനലൈസിങ് ആൻഡ് മാനേജിങ് റെലവൻറ്റ് ഡേറ്റ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.